ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വളരെ വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ. മക്കളെ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നിങ്ങൾക്കറിയാം, ഓരോ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾ മടി കാണിച്ചിട്ടില്ല, ഡിലേ വരുത്തിയിട്ടില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ ജോയിൻ ചെയ്യുക. ഇന്ന് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഈ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കയ്യിൽ കരുതേണ്ടത്, അന്ന് ഹാജരാക്കേണ്ടത് എന്നതിന്റെ A to Z കംപ്ലീറ്റ് വീഡിയോ. നിങ്ങൾ വേറെ ഒരു വീഡിയോയും റെഫർ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. അതോടൊപ്പം പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബിന്റെ അൽഗോരിതം അറിയാവുന്നവർക്കറിയാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കോളേജുകളിലേക്ക് പോകേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ലഭിക്കുന്ന കോളേജുകളിലാണ് ഡയറക്റ്റ് പോയി എന്ത് ചെയ്യേണ്ടത്, ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട കീം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തേത് കീം 2026 അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. രണ്ടാമത്തേത് കീം 2026 സ്കോർ കാർഡ് അല്ലെങ്കിൽ റാങ്ക്. അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മീൻസ് ഓൾറെഡി നിങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ടാകും, ആ സമയത്ത് തന്നെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടാകും നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് കിട്ടിയത് എന്നുള്ളത്. ദെൻ കീമിന്റെ അലോട്ട്മെന്റ് മെമ്മോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോളേജാണോ കിട്ടിയിട്ടുള്ളത് അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നതിനേക്കാളും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഫൈനലി പ്രിന്റ് ഔട്ട് എടുത്ത് അതെന്തായാലും ഉപയോഗപ്രദമാകും. ദെൻ ഫീ പേയ്മെന്റ് റെസിപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സിക്ക് അടയ്ക്കുന്നതും ടോക്കൺ ഫീ അടയ്ക്കുന്നതിന്റെ ഒക്കെ റെസിപ്റ്റുകൾ നിങ്ങൾ കയ്യിൽ കരുതണം. ദെൻ ID പ്രൂഫായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന് ആധാർ കാർഡാണ്. ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒന്നിലധികം കോപ്പികൾ നിങ്ങൾ കയ്യിൽ കരുതുക. ദെൻ SLC സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ID കാർഡ് അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് വെക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയിൽ നമ്മൾ പറഞ്ഞ SLC സർട്ടിഫിക്കറ്റ് വേണം. +2 മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വകയില്ല, കാരണം അതിനുള്ള ടൈം ആകുന്നേ ഉള്ളൂ. +2 മാർക്ക് ലിസ്റ്റ് വേണം. TC, നിങ്ങൾ സ്കൂളിൽ നിന്ന് മേടിച്ച TC വേണം. അതുപോലെ തന്നെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമല്ല. അതുപോലെ CBSE, അതർ സ്റ്റേറ്റ് ബോർഡ്സ് ഒക്കെ വരുന്നവർക്കാണ് അത് ബാധകമായിട്ടുള്ളത്. ദെൻ റിസർവേഷനെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്? ഒന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. EWS ഉള്ളവർക്കാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ആണ്. OBC ആ രീതിയിലുള്ളവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്, NCL എന്ന് നമ്മൾ പറയും. അതുപോലെ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ PWD അതെ, ഡിസബിലിറ്റി ഉള്ള, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ളത്. ദെൻ NRI ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ വേണം. ഏതെങ്കിലും കോട്ട ഉണ്ടെങ്കിൽ അതിന്റെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, പിന്നെ ക്ലബ് പരമായിട്ട് ഇപ്പോൾ NCC, NSS അതിന്റെ സർട്ടിഫിക്കറ്റ്സ്. ദെൻ കോളേജിൽ ആവശ്യമാകുന്ന മറ്റ് രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. അത് കോളേജുകൾക്ക് അനുസരിച്ച് മാറും. ചില കോളേജുകൾ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിൽ നിന്നാണ് മേടിക്കേണ്ടത്. ചില കോളേജുകൾക്ക് ഗ്യാപ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആന്റി റാഗിംഗ് അഫിഡവിറ്റ് അവിടെ നിന്ന് തന്നെ തരുന്ന ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. ദെൻ സ്കോളർഷിപ്പ് ഏതെങ്കിലും കോളേജുകളിൽ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ റിലേറ്റഡ് ഡോക്യുമെന്റ്സ്. പിന്നെ അഡ്മിഷൻ സമയം കയ്യിൽ കരുതേണ്ട വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഞാൻ ഒന്നുകൂടി പറയാം. 2-3 സെറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാത്തിന്റെയും ഫീ പേയ്മെന്റ് റെസിപ്റ്റ്, ആധാർ കാർഡിന്റെ കോപ്പി, അലോട്ട്മെന്റിന്റെ മെമ്മോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇതിൽ SLC, +2 മാർക്ക് ലിസ്റ്റ് ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്, കീം റാങ്ക് കാർഡ് ആണ്, കീം അലോട്ട്മെന്റ് മെമ്മോ ആണ്, ദെൻ റിസർവേഷൻ വൈസ് സർട്ടിഫിക്കറ്റ്സ് ആണ്. സോ ഗൈസ്, ഇതിന്റെ എല്ലാം ഒരു ഓവറോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം എല്ലാവർക്കും ബാധകമല്ല, നമുക്കറിയാം. സോ വളരെ പ്രധാനപ്പെട്ട ഇതിൽ നിങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇപ്പോൾ തന്നെ ഒറിജിനലും കോപ്പിയും കയ്യിൽ കരുതുക. അതിന്റെ വാലിഡിറ്റി നോക്കുക. സോ നിങ്ങൾ കോളേജ് അഡ്മിഷന് പോകുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് കോളേജുകളിലേക്ക് ഒരാഴ്ചയോളം സമയം ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ലോട്ടിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. All the best.